നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി. നൂഞ്ഞേരി. സന്ധ്യാസമയത്ത് വിളക്കൊളുത്തൽ കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങിയവയാണ് ഇന്ദ്രന്റെ വണ്ടി പടികടന്നു വരുന്നത്. അത് കണ്ടതും അകത്തേക്ക് നടക്കാനൊരുങ്ങിയവൾ അവിടെ തന്നെ നിന്നു. എന്തോ ചിന്തിച്ചുകൊണ്ട് ബൈക്കിൽ നിന്നിറങ്ങിയവന്റെ നോട്ടം അവളിലേക്ക് പോയി. കുളിച്ചു കുറി തൊട്ട് തന്നെ പ്രതീക്ഷിച്ചെന്ന പോലെ നിൽക്കുന്നവളെ കണ്ടതും മനസ്സിനാലട്ടിക്കൊണ്ടിരുന്ന ചിന്തകളെ വെടിഞ്ഞുകൊണ്ടവൻ അവൾക്കരികിലേക്ക് നടന്നു. എനിക്ക് നല്ല വിശപ്പ്, നീ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്, ഞാനത് കുളിച്ചിട്ട് വരാം. അവൻ പറഞ്ഞുകൊണ്ട് പുറത്തെ കുളിമുറി ലക്ഷ്യം വെച്ച് നടന്നു. അവനെ ഒന്ന് നോക്കിയ ശേഷം അവൾ അടുക്കളയിലേക്കും പോയി. കുളിച്ച് തല തുവർത്തിക്കൊണ്ട് അടുക്കള പുറത്തുനിന്ന് അകത്തേക്ക് കയറിയവൻ നേരെ നോക്കിയതും കണ്ട കാഴ്ചയിൽ അവന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അടുപ്പിലെന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന നീലി അവളിലെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചുകൊണ്ട് ഊണുമുറിയെയും അടുക്കളയും വേർതിരിക്കുന്ന വാതിലിനടുത്ത് സ്വയം മറന്നെന്ന പോലെ നിൽക്കുന്ന അനന്തൻ പുറംതിരിഞ്ഞെന്തോ ചെയ്യുകയായിരുന്നുകൊണ്ട് തന്നെ നീലിയുടെ നോട്ട് അവിടേക്ക് എത്തിയിരുന്നില്ല. ഇന്ദ്രന്റെ കണ്ണുകളിൽ ഈ കാഴ്ച ഒരു കരടി വീഴ്ത്തി. നീലിയെ നോക്കുന്ന അനന്തന്റെ കണ്ണുകളിലെ തിളക്കവും ഭാവവുമെല്ലാം അവന്റെ മുഖം കൂടുതൽ കനക്കാൻ കാരണമായി. ചെറിയച്ഛനെന്താ? കടുപ്പമേറിയ സ്വരത്തിലുള്ള അവന്റെ ചോദ്യം കേൾക്കെ അയാൾ നീലി ഒരുപോലെ തന്റെ കണ്ണുകൾ പിടപ്പിച്ചുകൊണ്ട് അവന് നേർക്ക് നോക്കി. എന്താ, എന്തെങ്കിലും വേണോ? അയാളുടെ ആകെ പതറിയുള്ള നിൽപ്പ് കാണെ അവൻ കയ്യിലെ തോർത്ത് തോളിലേക്ക് ഇട്ടുകൊണ്ട് അയാൾക്കടുത്തേക്ക് ചൂട് വെച്ചു. ഞാൻ മുറിയിൽ തിരി വെള്ളം കൊണ്ട് വരുമെന്ന് ചോദിക്കാൻ. സ്വതവേ വിക്കലുള്ള അയാളുടെ സ്വരത്തിൽ ഈ പ്രാവശ്യം നന്നായി തന്നെ വിക്കൽ കലർന്നിരുന്നു. ആരോട്? അവന്റെ സ്വരത്തിൽ കൂടുതൽ ദൃഢത കൈവന്നു. നീലിയോട്. തീയതി എന്ന് പറയാൻ പോയ തന്നെ നാവിനെ തടഞ്ഞിരുത്തിക്കൊണ്ട് അടുത്ത നിമിഷം അയാളെ നീലിയും തിരുത്തി പറഞ്ഞു. പറ്റില്ല, വെള്ളവും ചായയൊക്കെ എടുക്കാൻ ഒന്നിനെ കെട്ടി കൂടെ കൂട്ടിയിരുന്നല്ലോ. വല്ലതും വേണമെങ്കിൽ അത് അവിടെ പറഞ്ഞാൽ മതി, അല്ലാതെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്റെ ഭാര്യക്കടുത്തേക്ക് വരേണ്ടതില്ല. അവന്റെ ആ സംസാരം കേൾക്കെ അയാൾ ആകെ ഒന്നും വല്ലാതായി. തന്റെ ആ നോട്ടവൻ നല്ല വ്യക്തമായി തന്നെ കണ്ടിട്ടുണ്ടെന്ന് അവന്റെ ആ സംസാരത്തിൽ നിന്ന് തന്നെ അയാൾക്ക് മനസ്സിലായി. അവന് മുന്നിൽ താനാകെ നാറിയെന്ന് തോന്നിയ നിമിഷം അയാൾ അവർ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് വെട്ടിത്തിരിഞ്ഞകത്തേക്ക് നടന്നു. അയാൾ പോയ വഴിയൊന്ന് നോക്കിയ ശേഷം അവൻ അവൾക്കടുത്തേക്ക് വന്നു. ശേഷം അവിടെ അവൾ എടുത്തു വെച്ച സാധനങ്ങൾ ഓരോന്ന് എടുത്തുകൊണ്ട് അവൻ ഊണുമുറിയിലേക്ക് നടന്നു. അവന് പുറകെ ബാക്കിയുള്ളതും എടുത്ത് നീലിയും. നീ കഴിക്കുന്നോ? അവൻ ആദ്യത്തെ പിടിച്ചോറ് വായിലേക്ക് വെക്കുന്നതിന് മുന്നേ അവളോട് തിരക്കി. വേണ്ട. അവൾ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. പിന്നെ വിളക്ക് വെച്ച് നേരത്തെ ഭക്ഷണം കഴിക്കുന്നത്, സിംഹത്തിന് പിന്നെ അതൊന്നും വലിയ നോട്ടില്ലാന്ന് വെച്ച് എനിക്ക് അങ്ങനെയാണോ? ആൾക്ക് എറിവോടെ മനസ്സിൽ ഞൊടിഞ്ഞു. നിനക്കിവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആ ചോദ്യം കേൾക്കെ അവൾ ഒരു നിമിഷം കേട്ട് വിശ്വസിക്കാനാവാതെ അവൻ ഈമച്ചിമ്മ മറന്നുകൊണ്ട് നോക്കി നിന്ന് പോയി. നാളെ ഇത്രയായിട്ട് ഇങ്ങനെ ചോദ്യം അവനിൽ നിന്ന് ഉതിർന്നിട്ടില്ലാത്ത കൊണ്ട് തന്നെ അത് അവളിൽ തീർത്ത ആശ്ചര്യം ചെറുതായിരുന്നില്ല. നീലി. അവളിൽ നിന്ന് മറുപടി ചെയ്ത് കേൾക്കാതായതും അവൻ അവളെ ഒന്ന് വിളിച്ചു. അവളൊന്ന് മൂളി. ഞാൻ ചോദിച്ചു, നീ കേട്ടില്ലേ? കേട്ടു. അവൾ അവനുള്ള വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് പറന്നുകൊണ്ടാണ് അതിനുള്ള ഉത്തരം നൽകിയത്. പിന്നെന്താ നീ ഒന്നും പറയാത്ത? അവൻ അവളിൽ നിന്ന് കണ്ണുകളെ പറിച്ചു മാറ്റാതെ ചോദിച്ചു. ഇന്ദ്രേട്ടനിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഇങ്ങനെയൊന്നും ഇന്ദ്രേട്ടൻ്റെ അടുത്ത് വന്നിട്ടില്ല. അതേതായാലും നന്നായി. ഇന്ദ്രേട്ടനിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവാതിരുന്നുകൊണ്ട് തന്നെ അല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാൻ ഞാനിന്ന് പഠിച്ചു. അവൾ ഉറച്ച സ്വരത്തിൽ അവ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് ഇന്ദ്രൻ അവിടെ തന്നെ അങ്ങ് ഇരുന്നു പോയി. താൻ അവൾ ഒട്ടുമേ ശ്രദ്ധിച്ചിരുന്നില്ലേ എന്ന ചോദ്യം അപ്പോഴേക്ക് അവന് മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നത്തോടുകൂടി ഉയർന്നു നിന്നു. എല്ലാവരും പറയുന്ന പോലെ പ്രണയത്തിന്റെ പേരും പറഞ്ഞ് താൻ അവളെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുകയായിരുന്നു. അവനുള്ള ഒരു ഉത്തരത്തിനായി ചികഞ്ഞു തുടങ്ങി. ഭക്ഷണം കഴിച്ച് മുറിയിലേക്ക് വന്നവൻ കാണുന്നത് തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ ഉറക്കിക്കൊടുത്ത് അത് പതുക്കെ ആട്ടിക്കൊണ്ടു നിൽക്കുന്ന നീലിയെയാണ്. അതൊന്ന് നോക്കിയ ശേഷം അവളുടെ വരവും കാത്തവൻ കട്ടിലേക്ക് ഇരുന്നു. അവന്റെ ആ ഇരുത്തവും ഇങ്ങോട്ടുള്ള നോട്ടവും എല്ലാം അവൾ അറിയുന്നുണ്ടെങ്കിലും അവൾ അതിനധികം ശ്രദ്ധ കൊടുക്കാതെ കുഞ്ഞിനെ പാടി ഉറക്കിക്കൊണ്ടിരുന്നു. അവളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും ഇന്ദ്രന്റെ മനസ്സ് കലുഷിതമാണ്. അവളുടെ ഒരുപാട് ചോദ്യം ചെയ്യലുകളും അതിനുള്ള ഉത്തരം കണ്ടെത്തലുകളും എല്ലാം മുറ പോലെ നടന്നുകൊണ്ടിരുന്നു. അതിന്റെ ഭാരേറി വന്നവും ഇന്നത്തെ ദിവസം വളരെയധികം കഠിനമായിരുന്നു എന്ന് അവന് തോന്നി. ആ തോന്നൽ ശക്തമായി തുടങ്ങിയതും അവൻ കാലുകൾ കയറ്റി വെച്ച് കട്ടിലേക്ക് ചാരിയിരുന്നു. ഉറങ്ങണില്ലേ? കിടക്കയിൽ താൻ കിടക്കാറുള്ള ഭാഗം ഒന്ന് തട്ടിക്കുടഞ്ഞുകൊണ്ടാണ് അവൾ ആ ചോദ്യം ചോദിച്ചത്. അതുവരെ എന്തൊക്കെയോ ചിന്തകളിൽ മുങ്ങിത്താഴ്ന്നു പോയവൻ അവളുടെ ആ ചോദ്യം കേട്ടതും അവൾ ഇരിക്കുന്നിടത്തേക്ക് മുഖമുയർത്തി നോക്കി. മുകളിലേക്ക് കെട്ടിവെച്ച മുടി അഴിച്ചിട്ട് അതിലെ ഉടക്കുകൾ തീർക്കുന്നവളിൽ അവന്റെ കണ്ണുകൾ തങ്ങി നിന്നു. നീ എന്താ അങ്ങനെ പറഞ്ഞു? അവന്റെ ചോദ്യം കേൾക്കെ മുടിയിൽ നിന്ന് വിരലുകൾ മാറ്റാതെ അവൾ അവന് നേർക്ക് തിരിഞ്ഞിരുന്നു. എങ്ങനെ? അവൾ അവനെ സംശയഭാവത്തിൽ നോക്കി. നേരത്തെ ഞാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചപ്പോ നീ എന്താ അങ്ങനെ മറുപടി പറഞ്ഞെന്ന് അവൻ അവൾക്ക് വ്യക്തമായി കൊടുത്തു. ഞാൻ പറഞ്ഞതിലെന്തെങ്കിലും തെറ്റുള്ളതായിട്ട് ഇന്ദ്രേട്ടന് തോന്നിയോ? അവൾ തന്റെ ചെയ്തിരുന്നുകൊണ്ട് അവനോട് തിരക്കി.
അതിനവൻ അവളെ നോക്കിയിരുന്നല്ലാതെ ഉത്തരവൊന്നും നൽകിയില്ല. അവളിൽ നിന്ന് മറുപടി ഏതും വരാതെയായതും അവൾ പറഞ്ഞു തുടങ്ങി. ഞാനിങ്ങോട്ട് വന്നിട്ട് ഇത് എത്രയായി ഓർക്കുന്നുണ്ടോ ഇന്ദ്രേട്ടൻ? ആൾ തന്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് അവനോട് തിരക്കി. 8 മാസത്തോളായി ഞാനിവിടെ കൂടിയിട്ട്. ഈ 8 മാസം എനിക്കിവിടെ സ്വർഗതുല്യ അല്ലായിരുന്നു എന്ന് ഇന്ദ്രേട്ടന് ഞാൻ പറയാൻ തന്നെ അറിയാലോ. അങ്ങനെയുള്ളപ്പോൾ ഈ ചോദ്യത്തിനുള്ള പ്രസക്തിയുണ്ടോ? ആളൊരു ചെറു ചിരിയോട് അവനെ നോക്കി ചോദിച്ചു. അവന്റെ ഉള്ളൊന്ന് മുറുകി വലിഞ്ഞു. തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന അവളുടെ കണ്ണുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭൂതകാലത്തിന്റെ നോവുനീർ അവന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ആ ചിരിയിൽ മറച്ചു വെച്ചിരുന്ന വേദനയുടെ നിഴൽ അവളുടെ കണ്ണുകളിലൂടെ അവന്റെ ഹൃദയത്തിലേക്ക് വളരെ പതുക്കെ ഒഴുകി തുടങ്ങി. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാലല്ലാതെ ആർക്കും മനസ്സിലാക്കാനാവാത്ത സൂക്ഷ്മമായ ആ വേദന അവളുടെ ഓരോ ശ്വാസത്തിലൂടെ അവൻ കേട്ടുകൊണ്ടിരുന്നു. ഒരു ചോദ്യവും ചോദിക്കാതെ അവൾ പറയാതെ പോയ, താൻ കേൾക്കാതെ പോയ ആ കഥകളെ കുറിച്ചറിയാൻ അവന് അനന്തമില്ലാത്തൊരു കൗതുകം തോന്നി. എന്തുകൊണ്ട് താനെന്ന് ഇതിനെപ്പറ്റി അവളോട് ചോദിച്ചില്ല? അതിന് ഉത്തരം തേടി അവന്റെ മനസ്സിന് അധിക ദൂരം സഞ്ചരിക്കേണ്ടി വന്നിരുന്നില്ല. തനിക്കറിയാമായിരുന്ന അവൾ ഇവിടെ അനുഭവിക്കുന്ന കഷ്ടതകൾ അറിഞ്ഞിട്ടും അവ കണ്ടില്ലെന്ന് അടിച്ചതാണെന്നതിന് കാരണം അന്ന് വേറെന്തിനേക്കാളും വലുത് അവളും കുഞ്ഞും തന്റെ കണ്ണുകളെത്തുന്നിടത്ത് ഉണ്ടാവണമെന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ തീർത്ത കൗതുകത്തേക്കാൾ വലുതായിരുന്നു അവളെ സംരക്ഷിക്കണമെന്ന ദൗത്യം. അതാണ് താൻ അവളിലെ വേദനകളെ അന്ന് കാണാതെ നടിച്ചതും. പക്ഷേ ഇന്ന് അവൻ അവിടെ ആ പഴയ മുറിവുകളിൽ വിരലിട്ട് വേദനിപ്പിക്കാനല്ല, മറിച്ച് അതിൽ മരുന്നാവുന്ന സ്നേഹമായി മാറാനാണ് ആഗ്രഹിച്ചത്. അവൾ തന്റെ ജീവിതത്തിൽ മുഴുനീളം വഹിക്കേണ്ടി വന്ന വേദനയുടെ ഭാരം ഇനി മുതൽ അവന്റെ തോളിലേക്ക് മാറണമെന്നൊരു തീരുമാനത്തോടെയായിരുന്നു അവൻ അവളെ നോക്കിയത്. ഞാൻ പറയുന്നൊരു പക്ഷേ ഇന്ദ്രേട്ടന് വിഷമായി എന്ന് വരാം. എന്നാൽ എന്നോടിത് ചോദിച്ച സ്ഥിതിക്ക് എനിക്കിത് പറയാതെ വയ്യ. അവളുടെ തുടർന്നുള്ള സംസാരമാണ് അവന്റെ ശ്രദ്ധ വീണ്ടും അവളിലേക്ക് തിരിച്ചുവിട്ടത്. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു ജീവിതമായിരുന്നു ഇന്ദ്രേട്ടനൊത്തുള്ളത്. അതിന്റെ പ്രധാന കാരണവും നിങ്ങൾ തന്നെയായിരുന്നു. ഇന്ദ്രന് നീലയുടെ പ്രണയാണെന്ന് ചുറ്റിനുള്ളവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടും എൻ്റെ മനസ്സത് അംഗീകരിക്കാതെ പോയതും ഈ ഒരു കാരണം കൊണ്ടാണ്. അവൾ പറയുന്ന കേട്ടതും അവന് നെറ്റി വിളിഞ്ഞു. പേടിയായിരുന്നു എനിക്ക്. ഇന്ദ്രേട്ടനുൾപ്പെടെ ഇവിടെയുള്ള ഓരോന്നിനോടും എനിക്ക് ഭയമായിരുന്നു. ആ പേടിയുള്ളതുകൊണ്ട് തന്നെയാണ് എൻ്റെ മനസ്സ് നിങ്ങളിലേക്ക് ചായാഞ്ഞത്. എന്ന് വെച്ചാൽ അത്രയും നല്ല കഥകളാണല്ലോ ഈ ഇല്ലത്തിനെ കുറിച്ചും ഇവിടെയുള്ള തമ്പുരാക്കന്മാരെ കുറിച്ചും നാട്ടുകാർ പാടി നടക്കുന്നത്. ആൾ ചെറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് തന്റെ മുടി പിന്നിടാൻ ഒരുങ്ങിയതും അവന്റെ കൈകൾ അതിനെ തടതീർത്തു. ഇങ്ങനെ മതി. അഴിഞ്ഞുളിഞ്ഞു കിടക്കുന്ന അവളുടെ മുടിയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ തന്റെ കൈകൾ പിൻവലിച്ചുകൊണ്ട് അവൻ ഇരിക്കുന്നത് പോലെ കാലുകൾ കയറ്റി വെച്ച് കിടക്കയിലേക്ക് ചാരിയിരുന്നു. നീലി, അവൻ അവളിൽ തന്നെ നോട്ടം മാറ്റാ വിളിച്ചു. ഇപ്പൊ പേടി തോന്നുന്നുണ്ട് നിനക്ക്? ഇവിടെയുള്ളവരോടോ അതോ ഈ ഒരാളോട് മാത്രമോ? അവളുടെ ചോദ്യം ആർദ്രമായി. അവന്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയാലതിൽ നിന്ന് ഹൃദയം അറിഞ്ഞു തുടങ്ങി. രണ്ടിനോടും. തന്നെ നോക്കി ആർദ്രമാർന്ന മുഖഭാഗത്തോടെ ഇരിക്കുന്നവളിലെ കുഞ്ഞു ചലനത്തെ പോലും തന്നിലേക്ക് ആവാഹിച്ചുകൊണ്ടുള്ള അവന്റെ മറുപടികൾക്ക് അവളുടെ തേനതരങ്ങൾ അത്രയും മധുരമാം ഒരു ഹിന്ദോളം വിടർത്തി. ഒരിക്കൽ എന്നെ അലട്ടിയിരുന്ന എല്ലാ പേടികളും ഇന്ന് നിങ്ങളോടുള്ള പ്രണയമായി മാറിക്കഴിഞ്ഞു ഇന്ദ്രേട്ട. ഇപ്പം എനിക്ക് ഭയം ആ പ്രണയത്തെയാ, അതിൻ്റെ ആഴത്തെയാ. ആ ആഴങ്ങളിൽ ഞാൻ എന്തെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന ചിന്തയെയാ. അവളുടെ മറുപടി കേൾക്കെ അവന്റെ കണ്ണുകളൊന്ന് വിടർന്നു. ഇത്രയും മനോഹരമായി അവൾ തന്നോടുള്ള പ്രണയം പറയുമെന്ന് അവനൊരിക്കലും ചിന്തിച്ചിരുന്നില്ല. അവളുടെ ഹൃദയത്തിൽ തങ്ങിന്നിരുന്ന വാക്കുകൾ ഇത്രയും പെട്ടെന്ന് തന്നിലേക്ക് ഒഴുകിയെത്തുമെന്ന് അവൻ വിചാരിച്ചിരുന്നില്ല. ആ വാക്കുകളുടെ താളമേറിയ ഒഴുക്കിൽ പെട്ടുപോയ അവന്റെ മനസ്സ് അവളിലേക്ക് തന്നെ സഞ്ചാരം ആരംഭിച്ചിരുന്നു. അവൾ പറഞ്ഞ ഓരോ അക്ഷരവും അവന്റെ ആത്മാവിനോട് ചേർന്ന് ഒരു സംഗീതമായി മാറി. കണ്ണുകളിൽ നിറഞ്ഞ ഹർഷത്തോടെ അവൻ അവളെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ അതരങ്ങളിൽ നിന്ന് വിരിഞ്ഞ വാക്കുകൾ അവന്റെ ജീവിതത്തിന് പുതിയൊരു പ്രകാശമായി തീരുന്നുവെന്ന് അവന് തോന്നി. ഒരു നിമിഷം സമയം തന്നെ നിശ്ചലമാവിധം അവിടെ ആകെ ഒരു നിശബ്ദത പടർന്നു. ആ നിശബ്ദതയുടെ നടുവിൽ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. അവൾ പറഞ്ഞ വാക്കുകളിലൂടെ മാത്രമല്ല, കണ്ണുകളിലൂടെ, ശ്വാസങ്ങളിലൂടെ, ഹൃദയമിടിപ്പുകളിലൂടെ, ഇവയിലൂടെയെല്ലാം അവൾ അവനോട് സംവദിച്ചുകൊണ്ടിരുന്നു. അവന്റെ മനസ്സിൽ ഇതുവരെ പറയാതെ കാത്തുവെച്ചിരുന്ന തന്റെ പ്രണയവാക്കുകൾ ഇപ്പോൾ വിടുതലിനായി കാത്തിരിക്കുന്ന അവൻ അനുഭവിച്ചറിഞ്ഞു. അവളുടെ കൈ പിടിച്ച് വാക്കുകളേക്കാൾ ശക്തമായൊരു നിശബ്ദ സന്ദേശമായി തന്റെ സ്നേഹാവളിയിലേക്ക് ഒഴുക്കാൻ അവന്റെ ഉൾമനസ്സ് തുടിച്ചു. അതിന്റെ ശക്തിയേറി വന്നു. അവൻ അവൾക്ക് നേരെ അധരങ്ങളാൽ ഒരു മന്ദഹാസം വിരിച്ചു. നീ പറഞ്ഞത് എന്റെ സ്വപ്നമായിരുന്നു, ഇന്നതെന്റെ യാഥാർത്ഥ്യമായി മാറി. അവന്റെ മനസ്സ് മൗനമായി അവളോട് സംസാരിച്ചു. ഇന്ന് ഇവിടെയല്ലേ? അവളുടെ ചോദ്യം കേൾക്കെ അവന്റെ ശിരസ് യാന്ത്രികമായി അതേ എന്ന പോലെ ചലിച്ചു. എന്നാ കിടക്കാം, രാവിലെ നേരത്തെ ഉണരേണ്ടല്ലേ? അവൾ പറഞ്ഞുകൊണ്ട് കിടക്കയിലേക്ക് കിടക്കാൻ ഒരുങ്ങിയതും അവൻ ഒറ്റ വലിക്ക് അവളെ തന്നെ നെഞ്ചിലേക്ക് ഇട്ടിരുന്നു.
അങ്ങനെ ഒരു പ്രവൃത്തി തീരെ പ്രതീക്ഷിക്കാതിരുന്നതിനാൽ തന്നെ അവളുടെ കണ്ണുകളൊന്ന് പിടഞ്ഞു. വ്രതം കഴിയുന്നവരെ ഇങ്ങനെയുള്ള തുറന്ന പറച്ചിലുകളൊന്നും നടത്താതിരിക്കുന്ന നിനക്കും എനിക്കും ഒരുപോലെ നല്ലത്. അവളുടെ കവിളുകളെ പാതി മറച്ചു കിടന്നിരുന്ന മുടിയിഴകളെ 2 കൈകൊണ്ട് ചെവിക്ക് പുറകിലേക്ക് ഒതുക്കി വെച്ച് ആ തുടുത്ത കവിൾത്തടങ്ങൾ ഒരുപോലെ തന്റെ ഉള്ളം കയ്യിൽ ഒതുക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. എന്നെക്കൊണ്ട് അത് പറയിക്കണമെന്ന് വാശി ഇന്ദ്രേട്ടനല്ലേ? തന്റെ പിടയുന്ന കണ്ണുകളെ അവന്റെ മുഖത്തു നിന്ന് പറിച്ചു മാറ്റിക്കൊണ്ടാണ് അവളത് പറഞ്ഞത്. ഞാൻ വാശി പിടിച്ചതേ എൻ്റെ ഭാര്യയോടാ. അവളിൽ കുസൃതി നിറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതേ എന്റെ വാശിക്കാരൻ ഭർത്താവിനോടാ. അവനിലെ കുസൃതി അല്പം പോലും ചോരാതെ അവളിലേക്ക് പകർന്ന നിമിഷം അവന്റെ കൈകൾ അവളുടെ നഗ്നമാർന്ന ഇടുപ്പിനെ തഴുകി തലോടിക്കൊണ്ട് അവളുമായി കിടക്കയിലേക്ക് മറിഞ്ഞു. അവന്റെ ആ പ്രവൃത്തിയിൽ അവളുടെ കാലിൽ കിടക്കുന്ന മണിക്കൊലിസൊന്ന് കലവില കൂട്ടി. കൈകൾ അവന്റെ തോളിൽ മുറുകി, മുഖം അവന്റെ നെഞ്ചിലും കഴുത്തിലുമായി അമർന്നു. ഇത്ര നാളില്ലായിരുന്നല്ലോ നിനക്ക് ഈ നാവ്. അവളുടെ കൊലുസിലൂടെ തന്റെ കാൽവിരലുകൾ ഇഴച്ചാണ് അവന്റെ ചോദ്യം. നാവൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴാ അത് ഇന്ദ്രേട്ടന് നേരെ ചലിച്ചു തുടങ്ങിയെന്ന് മാത്രം. അവന് വയറിലൂടെ ചുറ്റിപ്പിടിച്ച് ആ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ടുള്ള അവളുടെ മറുപടികൾക്ക് അവൻ കീഴ്ച്ചുണ്ട് കടിച്ചുകൊണ്ട് തന്റെ ചിരിയൊന്ന് ഒതുക്കി. ഇത്രയും നാളില്ലാതിരുന്ന ഈ ചലനം നിനക്ക് ദോഷം മാത്രമേ ചെയ്യൂ. അവനവളെ ഒന്ന് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളുടെ കാതോരം മന്ത്രിച്ചു. സാരല്ല, ആൾ പറഞ്ഞുകൊണ്ട് മുഖം അവന്റെ കഴുത്തിരിക്കൽ ഒളിപ്പിച്ച ശേഷം തന്റെ കണ്ണുകൾ അടച്ചു. അന്നത്തെ രാത്രി പുലരുവോളം അനന്തന്റെ ചിന്തകളിൽ നിറഞ്ഞെന്ന് തേതിയായിരുന്നു. കഴിഞ്ഞുപോയ തന്റെ ഭൂതകാല സ്മൃതികളെ ഓരോന്നായി അയവിറക്കിക്കൊണ്ട് അയാൾ ആ രാത്രി നിദ്രയില്ലാതെ കഴിച്ചു കൂട്ടുകയായിരുന്നു. ഞാൻ നിന്നെ ഒരിക്കലും വീട്ടുകളയില്ല തേടി. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അയാളുടെ ചുണ്ടുകൾ അവളോടുള്ള പ്രണയത്തിൽ അകപ്പെട്ട പോലെ ചലിച്ചു. അത് പറയുമ്പോൾ അയാൾക്കുള്ളിൽ അപ്പോൾ നീലയുടെ മുഖമായിരുന്നു തെളിഞ്ഞെന്നിരുന്നത്. ഒരിക്കൽ ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തിയത് പോലെ ഇനിയൊരു പ്രാവശ്യം കൂടി നിന്നെ ഞാൻ വിട്ടുകളയില്ല തേടി. എൻ്റെ സങ്കടം കണ്ട് ഞാൻ ആരാധിക്കുന്ന എൻ്റെ മൂർത്തികൾ കൊണ്ടുവന്നതാ നിക്ക് നിന്നെ. അത് ഒരിക്കലും വെറുതെ കളയാൻ ഞാൻ ഒരുക്കമല്ല. അവൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എനിക്ക് നിന്നെ വേണം. അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ അനന്തേട്ടനോട് ക്ഷമിക്കില്ല മോളെ. ഞാൻ മനഃപൂർവ്വമല്ലടി. എന്നെ കൊണ്ട് ചെയ്യിച്ച അന്ന് അയാളുടെ വാക്കുകൾ ഞാൻ കേൾക്കാതിരുന്നെങ്കിൽ നീ ഇന്ന് എനിക്കൊപ്പം ഉണ്ടാകുമായിരുന്നോ? അവന്റെ ചുണ്ടുകൾ അത്രയും മൃദുവായി ചലിച്ചു. ഇല്ല, നീ ഉണ്ടാവില്ലായിരുന്നു. നിനക്കെന്നെ വേണ്ടായിരുന്നല്ലോ. അവനെയല്ലായിരുന്നു കണ്ണിന് പിടിച്ചത്. എല്ലാവർക്കും അവനെ മാത്രം മതി, എന്നെ വേണ്ട. അവന് പകരം ആ കണ്ണുകൾ പടച്ചിരുന്ന് എനിക്ക് വേണ്ടി ആകണേന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഫലം ഉണ്ടായില്ലെന്ന് മാത്രം. അല്ല, അതേ ദൈവം തന്നെ എന്നെ കൊണ്ട് നീചകൃത്യം ചെയ്യുകയും ചെയ്തു. ഇനി പക്ഷേ അതില്ല. ഇനി ഞാൻ ആരുടെ വാക്കിന് ചെവി കൊടുക്കില്ല. എനിക്കതിന് വേണം തേതി. അതിന് ഞാൻ എന്ത് ചെയ്യും? അത് പറയുമ്പോൾ അയാളിലെ ചെകുത്താൻ പൂർണ്ണമായും നീലയെ വേട്ടയാടാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. ഇതെന്താണോ മാധവ, ഈ പ്രാവശ്യത്തെ ആനകൾക്കൊന്നും അത്ര തലയെടുപ്പ് പോരല്ലോ. ഉത്സവത്തിന് തിടമ്പേറ്റി ആനയെ നോക്കി നാട്ടുകാരൊരാൾ മാധവൻ നായരോട് പറഞ്ഞു. ഇത് തന്നെ വേണ്ടെന്നായിരുന്നു ചന്ദ്രമംഗലത്തെ തമ്പുരാൻ കുഞ്ഞിന്റെ ഓർഡർ. പിന്നെ ഞങ്ങൾ കമ്മിറ്റിക്കാർക്ക് ആര് പിടിക്കണ പോലെ പറഞ്ഞിട്ടാ 8 ആനകളെന്നത് 5 ആനകളായിട്ട് വെട്ടിച്ചുരുക്കൊണ്ട് സമ്മതം മൂളിയത്. മാധവൻ നായർ മുന്നിലെ ചെണ്ടോട്ടിനനുസരിച്ച് തന്റെ തലയലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും 5 എണ്ണത്തിന് ഇറക്കി. അപ്പൊ മര്യാദക്കുള്ളതിന് ഇറക്കിക്കൂടായിരുന്നോടോ? ഇതൊരുമാതിരി എല്ലാതും ഒരേ കണക്കിരിക്കുന്നു. അയാൾ നിർത്തൻ ഭാവമില്ലാതെ തുടർന്നു. താൻ പറയുന്ന പോലെ എന്നല്ലടോ കാര്യങ്ങൾ. ഇത് കിട്ടണ്ടേ? ഒന്നാമത് ഉത്സവ സീസൺ ആയതുകൊണ്ട് നല്ല കേമന്മാരെ നോക്കി ആളുകൾ നേരത്തെ കൊണ്ടുപോയി. പിന്നെ എങ്ങുമില്ലാത്തത്ര പൈസയാ അവർ ഈ 3 ദിവസത്തെ ഉത്സവത്തിന് ആന വിട്ടുതരുന്നതിന് പറയുന്നത്. അതിന് പാപ്പാനുള്ള കൂലി വേറെയും. എല്ലാം കൂടി എങ്ങനെ താങ്ങാനാടോ? ഇതും പറഞ്ഞ് മൈക്കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലേണ്ട താമസം. അപ്പം പറയും, എന്നാ പിന്നെ ഇപ്രാവശ്യത്തെ ഉത്സവം ആനല്ലാതെ നടത്തിയാൽ മതി എന്ന്. അയാൾ പറഞ്ഞുകൊണ്ട് തോളിട്ടിരുന്ന കസവിന്റെ തുണിയുണ്ട് മുഖത്ത് വിയർപ്പം തൂത്തു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുട്ടിച്ചങ്ങനെ അത്ര തലക്കനൊന്നും ഇതിലൊന്നിനുമില്ല. നെറ്റിപ്പട്ടവും വെഞ്ചാമരവും ഒന്നും ഇല്ലേലും അവൻ ഒരു 1.5 കൊമ്പനല്ലേടോ.
എന്നാലും നല്ലൊരു അസൽ കൊലക്കൊമ്പം വീട്ടുമുറ്റത്തുണ്ടായിട്ടും ഈ തമ്പുരാൻ കുഞ്ഞെന്തിനാ ഇപ്പോഴും പുറത്തുനിന്ന് വർത്തന്മാരിറക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഓവേ, ഈ ആവശ്യം പറഞ്ഞ് അങ്ങ് ചെല്ലേണ്ട താമസം. അങ്ങേരെല്ലാത്തിനെയും നാലുപാട് ഓടിക്കും. മാധവൻ നായർ അയാളുടെ വാക്കുകളെ പുച്ഛിച്ചുകൊണ്ട് കമ്പപ്പുര ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. എന്തായാലും ഞാൻ മൂന്നാം ഉത്സവത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അന്നല്ലേ ചന്ദ്രമംഗലത്തെ കൊമ്പനും നാൽപ്പാട്ടെ കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ദിവസം. ഈ പ്രാവശ്യം ഇന്ദ്രൻ കുഞ്ഞ് മൈക്കുഞ്ഞിനെ വീഴ്ത്തിയടങ്ങുമെന്നും പറഞ്ഞ് രണ്ട് കൽപ്പിച്ചിറങ്ങുന്നെന്നാ പെരിങ്ങോടം പറഞ്ഞ് അയാൾ അടുത്തുനിന്ന് മറ്റു നാട്ടുകാരോട് പറഞ്ഞു. സാധ്യതയില്ലടോ. കളരിയിൽ മൈക്കുഞ്ഞിനെ തോൽപ്പിക്കാനും മാത്രം നാൽപ്പാട്ട് ഇന്ദ്രൻ കുഞ്ഞ് വളർന്നിട്ടില്ല. അയാളെതിരെ എതിർത്തുകൊണ്ട് പറഞ്ഞ അടുത്ത നിമിഷം ഉത്സവം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായുള്ള കഥിനവിടെ പൊട്ടിക്കഴിഞ്ഞിരുന്നു. കണ്ടോ സത്യം? അയാൾ അതിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അടുത്ത ആളോട് പറഞ്ഞു. നമുക്ക് നോക്കാം. അയാളും പറഞ്ഞുകൊണ്ട് ഒടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തി. നോക്കാനൊന്നുമില്ല. ഈ പ്രാവശ്യത്തെ ഉത്സവം അത് എപ്പോഴത്തെയും പോലെ മൈക്കുഞ്ഞിനുള്ളതാ. നമുക്ക് വേണേ പന്തയം വെക്കാം. എന്താ? അയാൾ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ മീശ ഒന്ന് പിരിച്ചു വെച്ചു. ഈ പ്രാവശ്യം മൈക്കുഞ്ഞ് തോറ്റ ഞാൻ തനിക്ക് 500 രൂപ തരും. അയാൾ വാശിയോടെ പറഞ്ഞു. 1000 രൂപ. മറ്റേയാൾ ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞ സംഭവം ഒന്ന് കൊഴുത്തു. നീണ്ടു നിവർന്നു കിടക്കുന്ന ഉത്സവപ്പറമ്പാകെ രാത്രിയിൽ പലതരത്തിലുള്ള വെട്ടങ്ങൾ കൊണ്ട് വർണ്ണശബളമായി കാണപ്പെട്ടു. മരങ്ങളുടെ കൊമ്പുകളിൽ തൂങ്ങിയ വിളക്കുകൾ രാത്രി കാറ്റിൽ നിന്ന് കുലുങ്ങി. ആ ഇരുണ്ട മാനത്ത് തെളിഞ്ഞ നക്ഷത്രങ്ങളുമായി മത്സരിക്കുന്ന പോലെ മിന്നി മറഞ്ഞു. പറമ്പിന് നടുവിലൂടെ വരികളായി നിരത്തിയ വിളക്കുകൾ വഴിപോക്കരുടെ കണ്ണുകൾ അതിലേക്ക് പിടിച്ചു വലിച്ചു. ആളുകളുടെ തിരക്കിനിടയിൽ കുട്ടികളുടെ ചിരിയും കളിയും ചേർന്ന് ആ രാത്രി ഒരു ഉത്സവഗാനമായി മാറ്റി. ഉത്സവത്തിന് തിടമ്പേറ്റിയ ആന പറമ്പിന്റെ നടുവിൽ രാജകീയ ഭംഗിയോടെ നിവർന്നു നിന്നു. വലിയ തിളങ്ങുന്ന നെറ്റിപ്പട്ടവും പൊൻതൂവലുകൾ കൊണ്ട് അലങ്കരിച്ച നെറ്റിയുമൊക്കെയായി ആന ഒരു മഹത്തായ ദിവ്യ സ്വപ്നം പോലെ തെളിഞ്ഞു. ചെവികളുടെ അരികിൽ തൂങ്ങിയ കുടമാടങ്ങളും മണിച്ചരക്കുകളും കാറ്റിലൊന്ന് കുലുങ്ങുമ്പോഴൊക്കെ അവയുടെ മൃദുലമായ ശബ്ദം അന്തരീക്ഷത്തെ നിറച്ചു. ആനയുടെ പിറകിൽ വിരിച്ച പൊന്നിൻ തിടമ്പ് വിളക്കുകളുടെ പ്രകാശത്തിൽ ചമഞ്ഞ് ആകാശത്തിലെ പൂനിലാവിന് സമാനമായ ദീപ്തിയായി. അവന്റെ വൻ കയ്യമ്പുകൾ പതുക്കെ അലയുമ്പോൾ ഓരോ ചൂടും നിലം മുഴുവൻ വിറപ്പിച്ചു. ചെണ്ടയുടെ ഉച്ചത്തിലുള്ള അടികളോട് ചേർന്ന് ആന തന്റെ തലപൊക്കി വാലി വീശി ഇടയ്ക്ക് തുമ്പിക്കൈ ഉയർത്തി ആകാശത്തേക്ക് മുഴക്കി. ആ മുഴക്കം കേട്ടവരുടെ ശരീരത്തിൽ വിറയൽ ഉണർന്നതൊരു ഭക്തിഭാവമായി മാറി. ആനയുടെ ഭംഗിയും ഭയങ്കരവും ഒരുമിച്ച് സംഗമിച്ച് അവനെ നോക്കുന്ന ജനക്കൂട്ടത്തിന്റെ കണ്ണുകളിൽ ഒരു വിസ്മയത്തിന്റെ തെളിച്ചം വിരിഞ്ഞിരുന്നു. പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും താളങ്ങൾ പറമ്പിന്റെ അന്തരീക്ഷം മുഴുവൻ നിറച്ച് ദൂരെ നിന്ന് പോലും ആഘോഷത്തിന്റെ ഉണർവ് അനുഭവിക്കാവുന്ന വിധം അവിടമാകെ മുഴങ്ങിക്കേട്ടു. അതിലാദ്യം ചെണ്ടയുടെ ഉറച്ച മുഴക്കം, അതിനു പിന്നാലെ കൊമ്പിന്റെ നീണ്ട മുഴക്കം, ഇടവേളകളിൽ കുഴലിന്റെ മധുരമായ വീണൽ, മിഴാവിന്റെ കിടിലൻ താളം എല്ലാം ചേർന്ന് ഒരേ ഒരു സംഗീത നദിയായി പറമ്പിലൂടെ നീളം ഒഴുകി. ചെണ്ടയുടെ ഓരോ അടിയും ആളുകളുടെ ഹൃദയധ്വനിയോട് പൊരുത്തപ്പെടുന്നുവെന്ന പോലെ ഉണർവ് പകർന്നു. കൂടി നിന്ന ആളുകൾ അതിനനുസരിച്ച് ചുവടുവെച്ചുകൊണ്ടിരുന്നു. അതിൽ പ്രധാനം ചെറുപ്പക്കാർ അടങ്ങുന്ന ഒരു സംഘമായിരുന്നു. അതിന് നേതൃത്വം നയിച്ചുകൊണ്ട് മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു രാഹു രുദ്രനുമെല്ലാം. കൊമ്പിന്റെ മുഴക്കം ആകാശം കീറി ഉയരുമ്പോൾ കുട്ടികൾ വരെ വിസ്മയത്തോടെ തലവുക്കി നോക്കി. കുഴലിന്റെ കരളേറ്റു പോകുന്ന സ്വരങ്ങൾ പറമ്പിന്റെ മുഴുവൻ അന്തരീക്ഷവും സ്വപ്നമയമാക്കി. അവിടെ കൂട്ടം കൂടിയവരുടെ മുഖങ്ങളിലെല്ലാം സന്തോഷത്തിന്റെ പ്രകാശം തെളിഞ്ഞു. പുരുഷന്മാർ കൈകളടിച്ച് താളത്തിൽ ചേരുകയും സ്ത്രീകൾ നിറഞ്ഞ മനസ്സോടെ ഭക്തിഗാനങ്ങൾ പാടുകയും പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികൾ തങ്ങളുടെ ചെറുപടക്കം പൊട്ടിച്ച് ആകാശത്തിലേക്ക് ചീറ്റി വിടുകയും ചെയ്തു. പറമ്പാകെ പരന്നത് ഭക്തിയുടെ ഭാവവും ആഘോഷത്തിന്റെ ചൂടും കൂടി ചേർന്ന ഒരു വിസ്മയാന്തരീക്ഷമാണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.